ഹലോ, ഇന്ന് നമുക്കൊരു റൗണ്ട് കേക്കൊന്ന് ഹേർട്ടാക്കി നോക്കാം കേട്ടോ. ഇത് ഹേർട്ട് ഷേപ്പാക്കി നോക്കാം. ആദ്യം തന്നെ സെൻറ്റർ പിടിച്ച് രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായിട്ട് ഞാൻ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കോണ് ചേർന്ന് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്ന കേക്കാണെങ്കിലാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഞാനത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഭാഗവും, അതായത് ഓപ്പോസിറ്റുള്ള ഭാഗവും ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയാലും നമുക്കിത് കറക്റ്റ് അളവിന് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററോടൊന്ന് മാർക്ക് ചെയ്ത് കോണായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്, കാരണം നന്നായിട്ട് ക്രംസ് ആയിട്ടുണ്ടാവും. അതിനുശേഷം കേക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം കേക്ക് ഫുള്ള് ചോക്ലേറ്റ് ഗനാഷിൽ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കസ്റ്റമർ റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേ രീതിയിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം താഴെ ചെറിയൊരു നോസിൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേക്കിന്. ശേഷം നമുക്ക് കുറച്ച് ഫോണ്ടൻ്റ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം റെഫറൻസിൽ ഉള്ള പോലെ ഏകദേശം ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ഫോണ്ടൻറ്റും ബാക്കി ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു 3 ഫ്ലവർ ഞാൻ വിപ്പിംഗ് ക്രീമിലാട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഫോണ്ടൻറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം താഴെ ഈ ഡെക്കറേഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ച് റെഡ് കളർ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഒരു ബിറ്റർ ടേസ്റ്റ് വരും. അപ്പോൾ അതിന് പകരം ക്രീം അങ്ങനെ ചെയ്തിട്ട് കുറച്ച് പൗഡർ റെഡ് കളറായിരുന്നു കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്ത ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇങ്ങനെ കേക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞ നമ്മുടെ റോസ് ആട്ടോ ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീമിലാണ് നമ്മൾ റോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ റെഫറൻസ് പിക്കിൽ ഉണ്ടായിരുന്നത് പോലെ 3 റോസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പ്ലാസ്റ്റിക് ഇത് വെച്ചിട്ടുള്ള ലീഫാണ് കേട്ടോ നമ്മൾ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ പേരൂടെ എഴുതി കൊടുക്കാനുണ്ട്. കസ്റ്റമർ പറഞ്ഞത് ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്ന് എഴുതിയാൽ മതി എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് തന്നെ ആ ഒരു ഇതൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളർ കുറച്ചുകൂടി മാച്ചായിട്ട് തോന്നിയത് എനിക്ക്, അതുകൊണ്ട് കേട്ടോ വൈറ്റിൽ തന്നെ വെച്ച് കളറിൽ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്കിൻ്റെ റെഫറൻസ് പിക്ക്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.